ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് തീർക്കാൻ പോവുകയാണ്. ഓക്കെ, നല്ല രീതിക്ക് ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ, അതാണ് ഹെഡിങ് അല്ലേ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്താടാ, ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ ധാരാളം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാക്കിയത്. ഓക്കെ, അങ്ങനെയുള്ളൊരു ബോഡി എടുത്തിട്ട് അതിൻ്റെ റൊട്ടേഷൻ മോഷനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു റിജിഡ് ബോഡി ഉണ്ട്, ഇയാൾക്ക് ഉണ്ടാകുന്ന റൊട്ടേഷൻ മോഷൻ അല്ലെങ്കിൽ ഇയാളുടെ റൊട്ടേഷൻ മോഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ റിജിഡ് ബോഡി എന്നൊരു പേര് കേൾക്കാം. ഒന്നുമില്ല, റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ് നോക്കിക്കോ. ഞാനൊരു ബോഡി എടുത്ത് ആ ബോഡിയിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ടും അതിൻ്റെ സൈസോ ഷേപ്പോ ഒന്നും മാറുന്നില്ലെങ്കിൽ ആ ബോഡിനെ വിളിക്കുന്ന പേരായിരിക്കും റിജിഡ് ബോഡി. പ്രശ്നമല്ലോ, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിൽ രണ്ട് പാർട്ടിക്കിൾസിന് എടുക്കാതിരിക്കും ഇവിടെയും. അങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് മാറാൻ പാടില്ല. ഞാൻ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടിക്കിൾസിന് ഇവിടെ എടുക്കുകയാണെങ്കിലും ആ പാർട്ടിക്കിൾസിന് ഡിസ്റ്റൻസ് എന്താകാൻ പാടില്ല, മാറാൻ പാടില്ല. സോ റിജിഡ് ബോഡി is a body having definite size and shape. The distance between two particles of rigid body does not change even under the action of external force. Okay, ഇത്ര മാത്രമേ ഉള്ളൂ. നോക്കിക്കോ, അപ്പോൾ in rigid body distance between any two points is constant even under the action of external force. അല്ലേ, കഴിഞ്ഞു. നോക്കിക്കോ, state whether statement is true or false. Shape and size of a rigid body does not change with the application of force. മാറുന്നുണ്ടോ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷേപ്പിലോ സൈസിലോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, മാറ്റം വരുന്നില്ല. സോ this is true അല്ലേ. ഇനി അടുത്ത് നോക്കിക്കോ, റിജിഡ് ബോഡി ഹാസ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ് അല്ലേ. ഒരു ഡെഫിനിറ്റ് സൈസും ഷേപ്പുള്ള ആളാണ്. ഫോഴ്സ് കൊടുത്താലും അതിൻ്റെ സൈസിനോ ഷേപ്പിനോ ഒന്നും മാറ്റമില്ല. അത് മാത്രമല്ല, രണ്ട് പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഡിസ്റ്റൻസും മാറുന്നില്ല എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് റിജിഡ് ബോഡിയിൽ പറയാനുള്ളത്. ഇനി ഈ റിജിഡ് ബോഡി ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഷൻസ് അണ്ടർഗോ ചെയ്യുന്ന നോക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു മോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, സ്ലൈഡ് ചെയ്യുന്ന മോഷൻ അല്ലേ. സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോഷൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ, കറങ്ങുന്ന മോഷൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ റിജിഡ് ബോഡീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ആണ്. ആ മോഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോവുക, സ്ലൈഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനൊക്കെ അണ്ടർഗോ ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്താ, ട്രാൻസ്ലേഷൻ മോഷൻ. ട്രാൻസ്ലേഷൻ മോഷൻ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്, റിജിഡ് ബോഡിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷനെ പറ്റിയിട്ടാണ്. സോ ആദ്യത്തെ ടൈപ്പാണ് പറഞ്ഞത് ട്രാൻസ്ലേഷൻ മോഷൻ. അതായത് നമ്മൾ നേരത്തെ കണ്ട ഈ സ്ലൈഡിലൊക്കെ വരുന്ന അവസ്ഥയല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരിക അല്ലേ, ആ ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ ഓർ സ്ലൈഡിങ് മോഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് മോഷനാണ്. പിന്നെ റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കറങ്ങുക. നിങ്ങളെ ഫാൻ നോക്കുക, ഫാൻ എന്താ ചെയ്യുന്നത്, ഫാൻ കറങ്ങുക ചെയ്യുന്നത് അല്ലേ, ഫാൻ കറങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് റൊട്ടേഷൻ മോഷൻ. ഇനി ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ടാവും. എന്താണെന്ന് അറിയാം, റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ, റോളിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, ഉരുളുക അല്ലേ, ഉരുളുക. വിച്ച് മീൻസ് അവിടെ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഉണ്ടാവണം, ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ടാവണം, റൊട്ടേഷൻ മോഷൻ ഉണ്ടാവും. ഈ റൊട്ടേഷൻ മോഷനും ട്രാൻസ്ലേഷൻ മോഷനും കൂടെ കമ്പൈൻ ചെയ്തതിനെ നമ്മൾ വിളിക്കാൻ പോണ പേരാണ് റോളിംഗ് മോഷൻ. നോക്കിക്കോ, കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ ഇസ് കോൾഡ് റോളിംഗ് മോഷൻ. ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. നോക്കിക്കോ, അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്താണ് നോക്കിക്കോടാ. ഇതാണ് ഒരു ട്രാൻസ്ലേഷൻ മോഷൻ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വരുന്ന ഇങ്ങനത്തെ മോഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് എന്താണ്, വൺ ഡയമെൻഷൻ മോഷനിലൊക്കെ പറയുന്നില്ല, ഒരു ബൈക്ക് ഗോസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ കാർ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നതൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. അപ്പോൾ നോക്കിക്കോ, ഇൻ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ബോഡി മൂവ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ബോഡി മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പാരാമീറ്റർ സെയിം ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ബോഡി, ഒരു ബ്ലോക്കാണ്, അത് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉള്ള ഒരാളായിരുന്നു. ആ 2 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് താഴത്തോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ അത് താഴത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്, ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ് വിചാരിക്കും. ലെറ്റ്സ് സേ ദിസ് പാർട്ടിക്കിൾ ഇസ് P1 ആൻഡ് ദിസ് പാർട്ടിക്കിൾ ഇസ് P2. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കും, എത്രയായിരിക്കും, അത് ആ ബോഡീൻ്റെ വെലോസിറ്റി തന്നെ ആയിരിക്കും. ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എത്ര തന്നെയായിരിക്കും, അതും ആ ബോഡീൻ്റെ വെലോസിറ്റി തന്നെ ആയിരിക്കും. വിച്ച് മീൻസ് ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ലേഷൻ മോഷനാണ് അണ്ടർഗോ ചെയ്യുന്നതെങ്കിൽ അതിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും എന്തായിരിക്കും, സെയിം വെലോസിറ്റി ആയിരിക്കും. സെയിം എന്ത് വെലോസിറ്റി, സെയിം ലീനിയർ വെലോസിറ്റി ആയിരിക്കും. സെയിം ലീനിയർ വെലോസിറ്റി ആയിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ഞാനിപ്പോൾ ഒരു സ്ലൈഡിൽ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വരികയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട എന്താ വെച്ചാൽ, എൻ്റെ തലയ്ക്ക് ഒരു വെലോസിറ്റിയും കാലിന് വേറെ വെലോസിറ്റിയാണോ ഉണ്ടാവുക, അല്ല. എൻ്റെ തല മൂവ് ചെയ്യുന്ന അതേ വെലോസിറ്റി തന്നെയായിരിക്കും എൻ്റെ കാല് മൂവ് ചെയ്യുക അല്ലേ. അപ്പം ഈ ട്രാൻസ്ലേഷൻ മോഷൻ എന്തായിരിക്കും, ലീനിയർ വെലോസിറ്റി ഓഫ് എവറി പാർട്ടിക്കിൾസ് ഇസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സെയിം അല്ലേ. എല്ലാവരുടെ ലീനിയർ വെലോസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ നോക്കിക്കോ, ഇൻ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം എവറി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ഹാസ് സെയിം ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കഴിഞ്ഞല്ലോ, ഇതാണ് ട്രാൻസ്ലേഷൻ മോഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് റൊട്ടേഷൻ മോഷൻ എന്താണ്, റൊട്ടേഷൻ മോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മോഷൻ ആണ് അല്ലേ. ഈ റൊട്ടേഷൻ മോഷനിൽ സെയിം ലീനിയർ വെലോസിറ്റി ആണോ ഉണ്ടാവുക, ആലോചിച്ച് നോക്കടാ. സെയിം ലീനിയർ വെലോസിറ്റി ആണോ, അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊരു ഫാനാണ്,
ഇതൊരു ഫാനാണ്. ഓക്കെ, ഈ ഫാന് കുറച്ച് സമയം കറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാൻ ഇതാ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പൊസിഷനിൽ എത്തുകയാണെങ്കിൽ ഈ ലീഫ് ഈ ഒരു പൊസിഷനിൽ എത്തുകയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് വിചാരിക്കും. ഓക്കെ, ആ പാർട്ടിക്കിൾ ടി സമയം കൊണ്ട് ഇവിടെയും ഇവിടെയും എത്തിയായിരിക്കും. സോ ഇവൻ ഇവിടം വരെ സഞ്ചരിച്ചുള്ളൂ, ഇവൻ കുറച്ച് ഡിസ്റ്റൻസ് സഞ്ചരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് ഇവൻ ഉണ്ടായിട്ടുള്ളൂ, ഇവന് കുറേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. സോ ലീനിയർ വെലോസിറ്റി ഡിഫറെന്റ് ആണ്. കാരണം എന്താ, ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണെങ്കിൽ ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതാ. സോ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നുണ്ട് അല്ലേ, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ മാറുകയാണ് അല്ലേ, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ മാറുകയാണ്. സോ ഇവിടുത്തെ ലീനിയർ വെലോസിറ്റി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ലീനിയർ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പം അതിനുണ്ടായ ആംഗിളും അല്ലെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്ത ആംഗിളും, അതേപോലെ തന്നെ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തിയപ്പം അവൻ എത്ര ആംഗിൾ പോയി എന്നുള്ളതും സെയിം ആയിരിക്കൂലേ അല്ലേ, സെയിം ആയിരിക്കൂലേ. നോക്കോ, ഈ ഇവിടെ ഉള്ളൊരു പാർട്ടിക്കിൾ ഇവിടെ ഉള്ളൊരു പാർട്ടിക്കിളും ഇവിടെയും ഇവിടെയും എത്തിക്കഴിയുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ ആംഗിളാണ് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. സോ സെയിം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഉണ്ടായത്, അതുകൊണ്ട് തന്നെ സെയിം ആംഗുലാർ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ ആലോചിക്കേണ്ട എത്ര മാത്രമാണ്, ട്രാൻസ്ലേഷൻ മോഷനിൽ എവരി പാർട്ടിക്കിൾ ഹാസ് സെയിം ലീനിയർ വെലോസിറ്റി, റൊട്ടേഷൻ മോഷനിൽ എവരി പാർട്ടിക്കിൾ ഹാസ് സെയിം ആംഗുലാർ വെലോസിറ്റി. ഇത് ആലോചിച്ചാൽ മതി. നോക്കോ, ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം എവരി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ഹാസ് സെയിം ആംഗുലാർ വെലോസിറ്റി. ഓർത്ത് വെക്കുക, സെയിം ആംഗുലാർ വെലോസിറ്റി, സെയിം ആംഗുലാർ വെലോസിറ്റി. ഇത് രണ്ടും നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമ്മളുടെ റോളിംഗ് മോഷൻ ആണ്. റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല, ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ, ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ടാവണം, റൊട്ടേഷൻ മോഷനും ഉണ്ടാവണം. എക്സാമ്പിൾ നോക്കിക്കോ, ഇവിടെ ഒരു ബോൾ ഉരുളുക, അല്ലെങ്കിൽ ഇതാ ഒരാൾ സൈക്കിൾ ചവിട്ടുക. ഈ സൈക്കിൾ ചവിട്ടും നിങ്ങൾ ആലോചിക്കണം, നോക്കിക്കോ, ഈ സൈക്കിളിന്റെ ടയർ എന്താ ചെയ്യുന്നത്, റൊട്ടേറ്റാ ചെയ്യുന്നത് അല്ലേ, റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മോഷനാണ്. ഇനി ഈ സൈക്കിളിന്റെ ടയർ നിലത്ത് കെട്ടിയിട്ട് ഇത് മുന്നോട്ട് പോകുന്നില്ലേ, മുന്നോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ലേ. സോ അവിടെ ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ടാവുന്നുണ്ട്, അവിടെ ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ റൊട്ടേഷൻ മോഷൻ ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമ്മളെ എന്ത് വിളിക്കും, റോളിംഗ് മോഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ കറക്കം, റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ഉരുളുക. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടാവുക. കഴിഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പം റിജിഡ് ബോഡീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ കഴിഞ്ഞു. നമ്മൾ എന്താണ് സെന്റർ ഓഫ് മാസ് എന്നുള്ളതിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്തായിരിക്കും സെന്റർ ഓഫ് മാസ് നോക്കിക്കോ, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു പോയിന്റാണ്. നോക്കൂ, ഇപ്പോൾ ഒരു ബോഡി കറങ്ങുകയാണ്. ഈ ഒരു ബോഡി കറങ്ങാൻ നേരത്ത് ഇപ്പം എൻ്റെ കയ്യിൽ ഈ ബോഡി ഇങ്ങനെ ബാലൻസ് ആയി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഈ ബോഡീൻ്റെ എൻ്റയർ മാസ് ഇവിടെ ഉള്ളൊരു പോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഞാൻ അസ്യൂം ചെയ്യാണ്. സോ ഈ പോയിന്റാണ് എന്ത്, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ്. പ്രശ്നമല്ലല്ലോ, അതായത് ആ പോയിന്റ് ഞാൻ അസ്യൂം ചെയ്യുക എന്താണ്, ഈ ബോഡീൻ്റെ എൻ്റയർ മാസ് അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന്. ഓക്കെ, നമുക്കിനി ഈ റൊട്ടേഷനിൽ ഫേർദർ സ്റ്റഡീസിനൊക്കെ ഈ മാസിൻ്റെ അല്ലെങ്കിൽ ഈ ബോഡീൻ്റെ സെൻറ്റർ എവിടെയാണെന്നുള്ളൊരു ഐഡിയ വേണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം ഈ ബോഡീൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഈ ബോഡീൻ്റെ സെൻറ്റർ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ അസ്യൂം ചെയ്യുന്ന പോയിന്റ് അതിനെ വിളിക്കുന്ന പേരാണ് എന്താ, സെൻറ്റർ ഓഫ് മാസ്. നോക്കിക്കോ, ഇമാജിനറി പോയിന്റ് അറ്റ് വിച്ച് എൻറ്റയർ മാസ് ഓഫ് എ ബോഡി ക്യാൻ ബി അസ്യൂംഡ് to be concentrated. Imaginary point at which entire mass of a body can be assumed to be concentrated. നോക്കിക്കോ, അപ്പം ഇതാണ് ഒരു ബോഡി ആയിരിക്കും, ഇതാണ് പെന്ന്. ഓക്കെ, ഇതൊരു പെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്, രണ്ട് മാസുകൾ കാണുന്നുണ്ട് അല്ലേ. സോ ഞാൻ പറയുകയാണ് ഈ പെന്ന് വെറും 2 മാസം കൊണ്ടാണ് ഉണ്ടാക്കിയതായിരിക്കും, അങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഏകദേശം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക, എന്തായാലും ഈ 2 മാസിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഏതോ ഒരു പോയിന്റിലാണ്. അപ്പോൾ ആ സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഐഡിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ, ഇതിൻ്റെ മാസ് ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിളുടെ മാസ് m1 ആണ്, വേറൊരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിളുടെ മാസ് m2 ആണ്. നമ്മൾ സെൻറ്റർ ഓഫ് മാസ് 1 ഡയമെൻഷനൽ ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. 1 ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഇങ്ങനെ ഒരു പെന്നിൻ്റെതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു HCl മോളിക്യൂളിൻ്റെതോ ഒരു NaCl മോളിക്യൂളിൻ്റെ ഒക്കെ സെൻറ്റർ ഓഫ് മാസ് ഏകദേശം എവിടെ വരുന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കിക്കോ, സോ ഈ m1 എന്ന് പറയുന്നത് ഒരു x1 ഡിസ്റ്റൻസിലാണ് ഈ ആക്സിസ് അല്ലെങ്കിൽ ഒറിജിനിൽ കിടക്കുന്നതായിരിക്കും. ഈ m2 എന്ന് പറയുന്നത് ഏകദേശം ഒരു x2 ഡിസ്റ്റൻസിലാണ് കിടക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് എന്തായാലും ഇവരുടെ എവിടെയാണ് വരിക. സോ അതൊരു x ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കും. സോ ആ സെൻറ്റർ ഓഫ് മാസ് x കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ആ m1 ഇൻറ്റു ആ m1 ഒറിജിനിൽ കിടക്കുന്ന ഡിസ്റ്റൻസ് പ്ലസ് m2 ഇൻറ്റു ആ m2 ഒറിജിനിൽ എത്ര ഡിസ്റ്റൻസ് മാറി കിടക്കുന്നു ഡിവൈഡ് ബൈ ഇവരുടെ 2 പേരുടെയും കൂടെ മാസ് ചെയ്താൽ മതി. ഇതിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുക. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് 1 ഡയമെൻഷനിൽ നമുക്ക് ഇങ്ങനെ സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറ്റും. 1 ഡയമെൻഷനിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറ്റും. പ്രശ്നമല്ലോ, ഇപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഈ 2 ഡയമെൻഷനിൽ എങ്ങനെ നമ്മൾ കാണാമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അതായത് ഒരു പ്ലെയിനിലാണ് 2 മാസുകൾ എന്ന് വിചാരിക്കും, ഒരു ലൈനിലാണ് 2 മാസുകൾ വന്നത്. ഇനി ഒരു പ്ലെയിനിലാണ് 2 മാസം എന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇവിടെ ഒരു മാസം m1 ഉണ്ട്, ഇവിടെ ഒരു മാസം m2 ഉണ്ട് വിചാരിക്കും, ഇവിടെ ഒരു മാസം m1 ഉണ്ട്, ഇവിടെ ഒരു മാസം m2 ഉണ്ട് വിചാരിക്കും. ഓക്കെ, ഈ m1 എന്ന് പറയുന്ന ആൾക്ക് നോക്കിക്കോ, ഈ m1 എന്ന് പറയുന്ന ആള് ഒരു certain x1 ഉണ്ട്, ഒരു certain y1 ഡിസ്റ്റൻസും ഉണ്ട് അല്ലെ ഒറിജിനിൽ. ഓക്കെ, ഈ m2 എന്ന് പറയുന്ന ആൾക്കും എന്താടാ
ഒരു certain ഒരു y2 ഉണ്ടാവും, ഒരു ഡിസ്റ്റൻസ് y2 ഉണ്ടാവും, ഒരു certain ഡിസ്റ്റൻസ് y2 ഉണ്ടാവും, ഒരു certain ഡിസ്റ്റൻസ് x2 ഉണ്ടാവും. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ സെന്റർ ഓഫ് മാസ് ഏകദേശം ഞാൻ വിചാരിക്കുക ഈ ഒരു പോയിന്റിലാണ് വിചാരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സെന്റർ ഓഫ് മാസിന് ഒരു കോർഡിനേറ്റ് ഉണ്ടാവില്ലേ, ഒരു x, y ഉണ്ടാവില്ലേ. ആ x, y എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോക്കിക്കോ, ആ x നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നുമില്ല, നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ. എന്താണ്? m1 ഇൻറ്റു ആ m1 ഒറിജിനിന് എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് എക്സിൽ കിടക്കുന്നത്, പ്ലസ് m2 ഇൻറ്റു ആ m2 എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് എക്സ് ആക്സിന് കിടക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇതേപോലെ തന്നെ y മീൻസ് സെന്റർ ഓഫ് മാസിന്റെ y കോർഡിനേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? y കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു m1y1 പ്ലസ് m2y2 ബൈ m1 പ്ലസ് m2. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐഡിയ. ഓക്കെ, ഇത്ര മാത്രമേ നമുക്ക് അവിടെ പറയാനുള്ളൂ. ഇനി നമ്മൾ ടോർക്ക് എന്താണെന്നുള്ളതിലേക്കാണ് കടക്കാൻ പോകുന്നത്. ടോർക്ക് എന്താടാ? ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേണിങ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. അതായത് ഞാൻ ഈ ഡോറിലേക്ക് അല്ലെങ്കിൽ ഈ റെഫ്രിജറേറ്ററിൻ്റെ ഡോറിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നേരെ ആ ഡോറ് പറഞ്ഞ് എൻ്റെ കയ്യിലേക്കല്ല വരുന്നത്. അതിന് പകരം ആ ഡോർ ഒരു ടേണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കറക്കാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ടോർക്ക്. പ്രശ്നമില്ലല്ലോ, ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ഓക്കെ, അപ്പോൾ ടോർക്ക് ഇസ് ദ റൊട്ടേഷണൽ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോഴ്സ്. ടോർക്ക് ഇസ് ദ റൊട്ടേഷണൽ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോഴ്സ്. ടേണിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കറങ്ങുന്ന ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് എന്ന് കേട്ടങ്ങൾ മനസ്സിലാക്കണം, കറങ്ങുന്ന എന്തോ. ഓക്കെ, സോ ടോർക്കിന് എന്ത് പറയാം? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാം. ടോർക്കിന്റെ സിമ്പൽ എന്താ? ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിലൊരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കാനുണ്ടാവും. ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നോക്കിക്കോ, ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് പറയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആലോചിച്ച് നോക്കടാ. കൊടുക്കുന്ന ഫോഴ്സ് എത്ര എന്നുള്ളതിനെ ടോർക്ക് ആശ്രയിച്ചിരിക്കും അല്ലേ. ഇനി അതേപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത്, അതിനും ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാണ്ട് സൈൻ തീറ്റയും ഡിപ്പെൻഡ് ചെയ്യും. സോ ടോർക്കിന്റെ ഇക്വേഷൻ ഇതാണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ഓക്കെ, ആർ എഫ് സൈൻ തീറ്റ എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അതിനൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ഇനി ടോർക്കിന്റെ SI യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് തന്നെ പറയാനുള്ളൂ. എന്തായിരിക്കും SI യൂണിറ്റ്? SI യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ മീറ്റർ ആണ്, ഫോഴ്സ് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഡയമെൻഷൻ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ml² T⁻⁻² ആയിരിക്കും. വിച്ച് മീൻസ് നമ്മളുടെ വർക്കിന്റെയോ എനർജിന്റെയോ ഒക്കെ ഡയമെൻഷൻ തന്നെയാണ് എന്തിനു വരുന്നത്? ടോർക്കിന് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ടോർക്കിന്റെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി ഇതാ ഒരു ക്വസ്റ്റ്യൻ. വൈ ഹാൻഡിൽ ഓഫ് ദ ഡോർ ഇസ് പ്ലേസ്ഡ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് റൊട്ടേഷൻ. അതായത് ഇതാണ് നമ്മളുടെ പോയിന്റ് അല്ലെങ്കിൽ ആക്സിസ് എന്നൊക്കെ പറയുന്ന പോയിന്റ്. റൊട്ടേറ്റ് ചെയ്യാത്ത മീൻസ് ഫിക്സ്ഡ് ആക്കി ഡോർ ഫിക്സ് ചെയ്ത് വെച്ച് ആണിയൊക്കെ അടിച്ചു വെച്ച പോയിന്റ്. സോ എന്തുകൊണ്ടാണ് ഈ ആണിയൊക്കെ അടിച്ചു വെച്ച പോയിന്റിന് ദൂരെ കൊണ്ടുപോയി ഹാൻഡിൽ വെക്കുന്നതെന്ന് ഒരു ചോദ്യം വന്നു വിചാരിക്കും. എന്താണ് അതിന്റെ റീസൺ? ആലോചിച്ച് നോക്കണം. ടോർക്ക് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടോർക്ക് ആറിനെയും എഫിനെയും സൈൻ തീറ്റനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. RF സൈൻ തീറ്റയാണ്. സോ ഒരു F ഫോഴ്സ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ F ഫോഴ്സിനെ വേണമെങ്കിൽ എനിക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ, ആംഗിളിനൊപ്പം പറയേണ്ട കാര്യമൊന്നുമില്ല. ആംഗിൾ ഇപ്പം എന്താ? മാക്സിമം ടോർക്ക് കിട്ടുക എത്രയിലായിരിക്കും? അപ്പം 90-ലായിരിക്കും അല്ലേ. തീറ്റ 90 വന്നാലാണ് സൈന് മാക്സിമം ആയ വാല്യൂ ആയ 1 വരിക അല്ലേ. അപ്പോൾ ടോർക്ക് ഇപ്പോൾ ആറിനെ എഫിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കിക്കോ, ഇപ്പോൾ F ഫോഴ്സ് ആണ് ഞാൻ ഇവിടെയും കൊടുക്കാൻ പോകുന്നത് വിചാരിക്കും. സോ 6 മാക്സിമം ആവുകയാണെങ്കിൽ 2 പേർക്കും F ഫോഴ്സാണ് കൊടുക്കാൻ പോകുന്നതായിരിക്കും. സോ ഇനി 6നെയാണ് ആ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 6 മാക്സിമം ആയാൽ ടോർക്ക് മാക്സിമം ആവും. സോ 6 കൂടാന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് എന്നുള്ള ദൂരം കൂടാന്നല്ലേ. സോ 6 മാക്സിമം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോർക്ക് കൂടുതൽ ഉണ്ടാക്കാം. സോ അതുകൊണ്ടാണ് ഡോറിന്റെ ഹാൻഡിലൊക്കെ ഈ അറ്റത്ത് കൊണ്ടുപോയി വെക്കുന്നത്. ലോജിക്ക് മനസ്സിലായോ? സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ 6 മാക്സിമം ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഗിവൺ ഫോഴ്സിന് ടോർക്ക് മാക്സിമം ആക്കിയിട്ട് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് മാക്സിമം ഉള്ള പോയിന്റിൽ എവിടെ കൊണ്ടുവെക്കുന്നത്? ഹാൻഡിൽ വെക്കുന്നത്. ഐഡിയ മനസ്സിലായോ? അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കോ. പിന്നെ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് കപ്പിൾ. അതായത് നോക്കിക്കോ, ഇതാ നിങ്ങളൊരു സ്റ്റിയറിംഗ് വീൽ എടുക്കാൻ വിചാരിക്കും. സ്റ്റിയറിംഗ് വീല് ഇങ്ങോട്ടേക്ക് ഒരു നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഇതാ ഇങ്ങോട്ടേക്കും ആ ഫോഴ്സ് താഴത്തോട്ടും വരുന്നു അല്ലേ. സോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കപ്പിൾ. പ്രശ്നമില്ലല്ലോ. ഇതാ മൂടി തുറക്കുക, ബോട്ടിലിന്റെ മൂടി തുറക്കുക. സോ അതും എന്താണ്? കപ്പിളാണ്. ഒരു തമ്പോണ്ട് മുന്നോട്ടാക്കുകയാണെങ്കിൽ ഈ 4 ഫിംഗർ ബാക്കോട്ടാണ് ആവുന്നത് അല്ലേ. സോ ഇതൊക്കെയാണ് കപ്പിൾ. ഓക്കെ, ഈ കപ്പിളിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റും. കപ്പിളിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് നോക്കിക്കോ, ഒരു സെൻറ്റർ പോയിന്റ് ആണ് ഇതല്ലേ. സെൻറ്റർ പോയിന്റ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവർക്കിടയിലുള്ള D ആണ് വിചാരിക്കും. ടോട്ടൽ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് D ആണ്. സോ കപ്പിൾ എന്ത് മോഷനാണ് ഉണ്ടാക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. കപ്പിൾ ആലോചിച്ച് നോക്കണം, ഒരു ഫോഴ്സ് അങ്ങോട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ട്. സോ നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? കപ്പിൾ എടുക്കുകയാണെങ്കിൽ 0 ആയിരിക്കും അല്ലേ. ഒരു ഫോഴ്സ് അങ്ങോട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് നമുക്ക് 0 ആയിട്ട് പറയാം. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ടോർക്ക് ഉണ്ടാവില്ലേ.
ഫോഴ്സിന്റെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണില്ലേ, ഇവിടെ ഒരു ഫോഴ്സിന്റെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണില്ലേ. സോ രണ്ട് ടോർക്കുകളുടെ കോമ്പിനേഷൻ ആണ് കപ്പിൾ എന്ന് പറഞ്ഞാൽ. കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ടോർക്കിന്റെ കോമ്പിനേഷൻ ആണ്. രണ്ട് ടോർക്കിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതി കൂടെ, ഫോഴ്സ് ഇൻറ്റു ഈ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ ഡി ആണെങ്കിൽ ഈ പകുതിയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള d/2 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതും d/2 ആയിരിക്കും. സോ ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് d/2 fd/2 പ്ലസ് fd/2 ഇതാണ് കപ്പിളിന്റെ ഇക്വേഷൻ വരിക. സോ കപ്പിൾ ഇസ് ഈക്വൽ ടു, ആലോചിച്ച് നോക്കണം, fd ഓക്കെ, താഴെ രണ്ടും 2 ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആ രണ്ട് fd ആഡ് ചെയ്തിട്ട് താഴെ 2 ഇട്ട് കൊടുത്താൽ പോരെ. സോ 2fd/2 അല്ലെങ്കിൽ കപ്പിളിന്റെ ഇക്വേഷൻ മൊമെന്റ് ഓഫ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ f ഇൻറ്റു d ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. f എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോഴ്സ്, d എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഫോഴ്സുകളുടെ ഇടയിലുള്ള മീൻസ് ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ഇതാണ് അപ്പം എനിക്ക് കപ്പിളിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പിൾ പ്രൊഡ്യൂസ് എന്ത് മോഷൻ ഓൺലി ആണ്. കപ്പിൾ എന്ത് മോഷനാണ് ഉണ്ടാക്കുക? കപ്പിൾ റൊട്ടേഷൻ മോഷൻ ഉണ്ടാക്കുക, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാക്കൂല. ഓക്കെ, ഈ ആംഗുലാർ മൊമെന്റം എന്താന്ന് നോക്കാം. ആംഗുലാർ മൊമെന്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സാധാരണ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗ് ആയിരിക്കും. നോക്കോ, റൊട്ടേഷൻ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. സാധാരണ മൊമെന്റം പി ആണെങ്കിൽ ഇതിനെ നമ്മൾ എൽ എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നോക്കിക്കോ, എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി അല്ലെങ്കിൽ ആർ പി സൈൻ തീറ്റ. ടോർക്ക് ആർ എഫ് സൈൻ തീറ്റ ആണെങ്കിൽ എൽ എന്താണ്, ആർ പി സൈൻ തീറ്റ. സോ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഓക്കെ, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാം ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലേ, കാരണം ആർ ക്രോസ് പി എന്നൊക്കെ അല്ലേ പറഞ്ഞ സാധനം അല്ലേ. സോ എന്താണ്, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഒരു വെക്ടർ ക്വാണ്ടിറ്റി നിങ്ങൾ ഓർത്ത് വെക്കുക. യൂണിറ്റ് ഡയമെൻഷൻ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, കണ്ടുപിടിക്കാൻ പറ്റും. യൂണിറ്റ് എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. പി എന്ന് പറഞ്ഞാൽ mv ആണ് അല്ലേ, മാസ് എന്താണ്, കിലോഗ്രാം അല്ലേ. പിന്നെ കൂടെ ആരാളുള്ളത്, വി വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ഒരു മീറ്ററും കൂടെ. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും യൂണിറ്റ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഡയമെൻഷൻ ചോദിച്ചാലും ഒന്നുമില്ല, ഡയമെൻഷൻ എന്തായിരിക്കും വരിക, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ, മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എൽ സ്ക്വയർ, പിന്നെ സെക്കൻഡ് താഴെയാണ് ഡിനോമിനേറ്ററിലാണ്, മുകളിലേക്ക് പോയാൽ -1. സോ ml² t⁻⁻1 ആയിരിക്കും ഡയമെൻഷൻ വരിക. പ്രശ്നമില്ലല്ലോ. ഇതാണ് ആംഗുലാർ മൊമെന്റം, റൊട്ടേഷണൽ എഫക്റ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. കഴിഞ്ഞു. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റ് എന്നും നമുക്ക് പറയാൻ പറ്റും. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റ് എന്ന് പറയാൻ പറ്റും. സോ ആംഗുലർ മൊമെന്റം ഹാസ് ദ യൂണിറ്റ് എന്താണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇനി അടുത്തത് നോക്കിക്കോ, വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. dl/dt എന്താ കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. d/dt ഓഫ് എൽ എന്ന് പറഞ്ഞാൽ എന്താ, എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ക്രോസ് പി ആണ്. സോ ആർ ക്രോസ് പി. ഓക്കെ, ഇതാണ് dl/dt. നമുക്ക് ഇങ്ങനെ വേണം എഴുതാം അല്ലെ. ഇനി ഇപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ആണ് അല്ലെ, ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്തിനാ, ഒരു പ്രോഡക്റ്റിനാ. സോ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം നമുക്കറിയാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ചെയ്യേണ്ടത്. സോ അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്തുകൂടെ. dl/dt ഈക്വൽ നോക്കിക്കോ, ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ നോക്കിക്കോ, ഫസ്റ്റ് ഫംഗ്ഷൻ r ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ p ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടി. സോ dl/dt എന്ത് കിട്ടി? നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. r ഇൻറ്റു ഈ dp/dt പറഞ്ഞാൽ എന്താ, dp/dt അത് ഫോഴ്സ് ആണ്. നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലെ. പ്ലസ് ഇത് നോക്കിക്കോ, p ഇതിന്റെ ഇവിടെ ആരാളുള്ളത് dr/dt ആണ്. dr/dt പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ പറഞ്ഞാൽ വെലോസിറ്റി ആണ് വരാൻ പോണത് അല്ലേ. ഇങ്ങനെ കിട്ടി. ഇനി നോക്കണം, ഈ p ക്രോസ് v എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? p ക്രോസ് v എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റം ക്രോസ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, pv സൈൻ തീറ്റ ആയിരിക്കും വരിക അല്ലെ, pv സൈൻ തീറ്റ ആയിരിക്കും വരിക. ആലോചിച്ച് നോക്കണം, മൊമെന്റത്തിന്റെയും വെലോസിറ്റിയുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, ആംഗിൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ആംഗിൾ 0 ആയിരിക്കും. വെലോസിറ്റിന്റെ ആ ഡയറക്ഷനിലെ മൊമെന്റ് ഉണ്ടാവുന്നത് അല്ലേ. ഈ പി എന്ന് പറഞ്ഞാൽ എന്താ, mv ക്രോസ് v ആണ് പറയുന്നത് അല്ലേ. സോ ഇവർ രണ്ടുപേരുടെ ഇടയിൽ ആംഗിൾ 0 ആണ്. സോ നമുക്ക് സൈൻ 0 ആ ടേമിൽ വരും. സോ അത് 0 ആയി പോകും. സോ പി ക്രോസ് v എന്താവാൻ പോകുന്നത്, 0 ആണ് ആവാൻ പോകുന്നത്. പി ക്രോസ് v ടേം 0 ആയിരിക്കും. ആ ലോജിക്ക് ഉണ്ടാവണം കേട്ടോ. പി ക്രോസ് v 0 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ടേം പോയി, ഈ ടേം എന്തായി പോയി, 0 ആയിപ്പോയി. ബാക്കിയുള്ളത് എന്താ ഉള്ളത് ഇപ്പൊ കിട്ടിയ dl/dt ഈസ് ഈക്വൽ ടു r ക്രോസ് ഓഫ് അല്ലെങ്കിൽ ടോർക്ക്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, എന്താണ് സാധനം, എന്താ, ടോർക്കാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എന്താണ്, ടോർക്കാണ്. ഇത് മറന്നു പോയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഓർത്താൽ മതി. എല്ലിന് പകരം, എൽ ഈ പാഠത്തിൽ ആംഗുലാർ മൊമെന്റത്തിന് സ്റ്റാൻഡ് ചെയ്തതാ, ഇതിന് പകരം ലീനിയർ
മോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലോസ് ഓഫ് മോഷനിലൊക്കെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, അവിടെ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞ ആളെ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ എല്ലിന് പകരം അവിടുത്തെ പി, ഓക്കെ, ഇവിടുത്തെ ടോർക്കിന് പകരം അവിടുത്തെ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, dp/dt = ഫോഴ്സ് എന്ന് പഠിച്ചില്ലേ, അതേ സാധനം തന്നെയാണിത്, അതേ സാധനം തന്നെയാണ്. റൊട്ടേഷൻ മോഷനിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നേ ഉള്ളൂ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ഇത് അടുത്ത് നോക്കിക്കോ, ഇതാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഗീവ്സ് ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഗീവ്സ് ടോർക്ക് ആണ്. പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ഒന്നുമില്ലടാ, നിങ്ങൾക്ക് എന്താണ് ഇനേർഷ്യ എന്ന് അറിയാം അല്ലേ. ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ, ഇതല്ലായിരുന്നു ഇനേർഷ്യ. ഇതേപോലെ തന്നെ ഈ പാഠത്തിൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡികൾക്കും ഇതേപോലത്തെ ഒരു ഇനേർഷ്യ ഉണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫാൻ്റെ സ്വിച്ച് ഇടുമ്പം ആ ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന യൂഷ്വൽ സ്പീഡിൽ പെട്ടെന്ന് അങ്ങോട്ട് കറങ്ങാൻ പോവുകയാണോ ചെയ്യുക? അല്ല, ആദ്യം പതുക്കെ ഇങ്ങനെ കറങ്ങി സ്പീഡ് കൂടുകയാണ് ചെയ്യുക അല്ലേ. സോ കറങ്ങുന്ന ബോഡികൾക്കും കറക്കം തുടങ്ങാനും അതേപോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിക്ക് കറക്കം നിർത്താനും ഒക്കെ ഒരു ഇനബിലിറ്റി ഉണ്ട്. ആ ഇനബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്താ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഐ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ മീൻസ് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ നോക്കിക്കോ, വെൻ വി ട്രൈ ടു റൊട്ടേറ്റ് എ ബോഡി, ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ഡ്യൂ ടു വിച്ച് ഇറ്റ് ഇസ് അണേബിൾ ടു ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റൊട്ടേഷണൽ മോഷൻ. റെസ്റ്റോ അല്ലെങ്കിൽ യൂണിഫോം റൊട്ടേഷൻ മോഷനിലോ എന്താണ് മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു ഇനബിലിറ്റി അല്ലെ മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നോക്കൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്. വെൻ വി ട്രൈ ടു റൊട്ടേറ്റ് എ ബോഡി, ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ഡ്യൂ ടു വിച്ച് ഇറ്റ് ഇസ് അണേബിൾ ടു ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റൊട്ടേഷൻ മോഷൻ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക്. എക്സ്റ്റേണൽ ടോർക്കിന്റെ സഹായത്തോടെ അല്ലാണ്ട് ഇതിലൊക്കെ മാറ്റം വരുത്താനുള്ള ഇനബിലിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. കഴിഞ്ഞല്ലേ? ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഓർത്ത് നോക്കണം. ഇറ്റ് ഇസ് ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ആണ്. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ആണ്. അതായത് ആ ചാപ്റ്ററിൽ നിങ്ങൾ ഇക്വേഷൻ, മാസിന്റെ ഇക്വേഷൻസ് ഒക്കെ വരില്ലേ, അല്ലെങ്കിൽ ആ പാഠത്തിൽ നമ്മൾ ഇക്വേഷനിൽ മാസ് ഒക്കെ കാണൂലേ, അതിന് ഇക്വലന്റ് ആയിട്ട് ഈ പാഠത്തിലേക്ക് ആരാ വരിക, ഐ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞ ആളാണ് വരിക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ്. നമ്മൾ ഇതിന് മുന്നേ 2 റൊട്ടേഷൻ അനലോഗ് പഠിച്ചു. റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ടോർക്ക് ആയിരുന്നു, റൊട്ടേഷൻ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ആംഗുലർ മൊമെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ ദ മെഷർ ഓഫ് റൊട്ടേഷൻ ഇനേർഷ്യ. റൊട്ടേഷൻ ഇനേർഷ്യന്റെ ഒരു മെഷർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? പ്രശ്നമല്ലോ. കഴിഞ്ഞു. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്തൊക്കെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമുക്കറിയാം, മാസ് ഓഫ് ദ ബോഡി മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ആശ്രയിക്കും അല്ലേ. പിന്നെ അതേപോലെ തന്നെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഏത് ആക്സിസിൽ കറങ്ങുന്നുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ആശ്രയിക്കും. അതേപോലെ തന്നെ എന്താ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതൊക്കെയാണ്, ഈ 3 എന്താ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? മാസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അതേപോലെ തന്നെ എന്താണ്, ആക്സിസ് മാറുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് മാറുമ്പോഴും മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. ഓക്കെ അല്ലേ? അപ്പം ഇനി നോക്കിക്കോ, what is the rotation analog of mass in, അല്ലെങ്കിൽ what is the analog of mass in rotational motion? ആരാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, ഇത് അടുത്തത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്, മാസ് ഓഫ് ദ ബോഡി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇതാ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഒരു പോയിന്റ് മാസ് കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ നമുക്ക് പറയാം. ഐ ഈസ് ഈക്വൽ ടു, നോക്കിയോ, ഇതൊരു പോയിന്റ് മാസ് ആണ്. ആ പോയിന്റ് മാസ് r ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒരു ആക്സിസിൽ കിടക്കുകയാണെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ ആണ് ഐ ഈസ് ഈക്വൽ ടു mr². ഐ ഈസ് ഈക്വൽ എന്താടാ? mr². കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കോ, ഇതിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. മാസ് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാ, അത് മീറ്റർ സ്ക്വയറാണ്. സോ SI യൂണിറ്റ് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ ഓരോ ബോഡീസിനും ഓരോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഇനി പറയാനുണ്ട്. നോക്കിക്കോ, ഒരു റിങ് എടുക്കുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ ഈ ആക്സിസിൽ കറങ്ങാം, ഈ ആക്സിസിൽ കറങ്ങാം. ഞാൻ പറഞ്ഞു ഈ ആക്സിസിലും വേണേൽ കറങ്ങാം, ഈ ആക്സിസ് വെച്ചിട്ട് ഇങ്ങനെയും കറങ്ങാം. ഓക്കെ, 2 ഓപ്ഷൻസ് ഉണ്ട്. സോ ഇങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കില്ല ഇങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓരോ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഇത് കറങ്ങുമ്പം ഉണ്ടാകുന്ന ആ ഒരു ഇനബിലിറ്റി അല്ല എങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടാവുക, ഇങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടാവുക. സോ അതൊക്കെ മാറും. സോ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. റിങ്ങിന്റെ ഇങ്ങനെ നോക്കിക്കോ, ആക്സിസ് പെർപെൻഡിക്കുലാർ ടു ദ എന്താണ് പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ ദ സെന്റർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr² ആയിരിക്കും. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കിക്കോ, ആക്സിസ് പാസിംഗ് ത്രൂ ദ ഡയാമീറ്റർ. ഇങ്ങനെ നേരത്തെ ഞാൻ വെച്ചില്ലേ, മീൻസ് ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ അത് mr²/2 ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. mr² ആണ് ഇങ്ങനെ വരികയാണെങ്കിൽ mr²/2 ആയിരിക്കും. ഇനി റിങ് മാറ്റിയിട്ട് ഡിസ്ക് ആക്കി വിചാരിക്കടാ. ഓക്കെ, ഇനി ഡിസ്കിന്റെ ആക്സിസ് പെർപെൻഡിക്കുലാർ ടു ദ പ്ലെയിൻ ആൻഡ് പാസിംഗ് ടു ദ സെന്റർ ആണെങ്കിൽ നേരത്തെ കേസിന്റെ പകുതി, നേരത്തെ mr² ആയിരുന്നു ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു റിങ്ങിന്റെ അല്ലേ, അതിന്റെ പകുതി mr²/2 വരും. ഓക്കെ,
ഇനി അതേപോലെ തന്നെ ഡിസ്കിന്റെ ഡയാമീറ്ററിലുള്ള ഈ ആക്സിസിലൂടെയാണ് കറങ്ങുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/4. അതായത് റിങ്ങിന്റെ ഈ കേസ് mr²/2 ആയിരുന്നു, അതിന്റെ പകുതി വന്നു. ഓക്കെ അല്ലേ, മനസ്സിലാക്കുക. ഇനി നോക്കിക്കോ, സിലിണ്ടറിന്റെ അവസ്ഥയാണെങ്കിൽ, സിലിണ്ടർ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം mr² ആണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ mr² ആണ്. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ mr²/2 ആണ്. സോളിഡ് സിലിണ്ടർ പറഞ്ഞാൽ എത്രയായിരിക്കും? mr²/2 ആയിരിക്കും. ഓക്കെ, ഇനി ഇതാ സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 mr² ആയിരിക്കും എന്ത് വരടാ മൊമെന്റ് ഓഫ് ഇനേഷ്യ വരിക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇതാ തിൻ റോഡ് ഓഫ് ലെങ്ത്, അതായത് ഒരു ലെങ്ത് ഉള്ള റോഡ് ഉണ്ട് വിചാരിക്കും, ലെങ്ത് ഉള്ള റോഡ് ഉണ്ട് വിചാരിക്കും. അതിൻ്റെ മിഡ് പോയിന്റിലൂടെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സെൻറ്ററിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറഞ്ഞാൽ ml²/12 ആയിരിക്കും. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതാ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക് ഉണ്ട്. നോക്കൂ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എന്ന് പറഞ്ഞ ലെറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാം. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇത് ഒരു ബോഡിയാണ് അല്ലെ, ഇതൊരു പേപ്പറാണ്. സോ ഇതിൻ്റെ ഒരു ആക്സിസ് ആയിരിക്കും റൊട്ടേഷൻ്റെ. സോ ഇങ്ങനെ കറങ്ങുന്ന ആളായിരുന്നു ഇതിങ്ങനെ കറങ്ങുന്ന ആളായിരുന്നു. സോ ഇങ്ങനെ കറങ്ങുമ്പം ഈ ആക്സിസിൽ ഇവനൊരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും അല്ലേ, ഈ ആക്സിസിൽ ഇവൻ എന്തുണ്ടാവും? ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും. സോ ഈ കേസാണ് ഞാൻ വരച്ചത്. സോ ഇവന്റെ മാസ് എം ആണെന്ന് വിചാരിക്കടാ, ഈ പേപ്പറിന്റെ മാസ് എം ആണ്. അതേപോലെ തന്നെ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ആണെന്ന് വിചാരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പേപ്പറിനെ എടുത്ത് ചുരുട്ടി കൂട്ടി എന്താക്കി ഒരു പോയിന്റ് മാസാക്കി, പേപ്പറിനെ ചുരുട്ടി കൂട്ടിയിട്ട് ഒരു പോയിന്റ് മാസാക്കി. എന്നിട്ട് ഈ പോയിന്റ് മാസിനെ എത്ര ഡിസ്റ്റൻസിൽ ഈ ആക്സിസിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവച്ചാൽ എനിക്ക് നേരത്തെ ഉള്ള അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ആ ഡിസ്റ്റൻസിനെ വിളിക്കാൻ പോണ പേരാണ് എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ. പറഞ്ഞത് മനസ്സിലായോ? നേരത്തെ ആ പേപ്പറിന്റെ ഈ ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ആണ്. എനിക്ക് ഇനി ഇതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണ് അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടണമെങ്കിൽ ഞാൻ ആ പേപ്പറിനെ ചുരുട്ടി കൂട്ടിയിട്ട് ഈ ആക്സിസിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരത്തിൽ കൊണ്ടുപോയി വെക്കണമോ ആ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഇതാ ഞാൻ എത്രയോ ദൂരം കെയിലാണ് കൊണ്ടുവെക്കേണ്ടതായിരിക്കും. അപ്പോൾ എന്താവും? ഇതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ എനിക്ക് ആക്സിസിൽ കിട്ടും അല്ലേ, ഇതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ എനിക്ക് ആക്സിസിൽ കിട്ടണം. സോ നിങ്ങൾക്ക് ആ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്തായിരിക്കും? mk² i ആവണ്ടേ, mk² = i ആവണം. സോ കെ അല്ലേ റേഡിയസ് ഓഫ് ഗൈറേഷൻ, ആ കെ കണ്ടുപിടിക്കാം. k² = i/m ആണ്. സോ k √i/m ആണ്. ഇത് ഓർത്ത് വെക്കുക. ഇതിനാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ വിളിക്കുക. സോ നമുക്ക് ഈ ബോഡീസിനൊക്കെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ത് ചെയ്യാടാ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? √ആ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ വാല്യൂ ഡിവൈഡ് ബൈ ആ ബോഡീന്റെ മാസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതാ ഓരോ ബോഡീസും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ബോഡീസിനെയും കണ്ടുപിടിക്കാം. റിങ്ങിന്റെ ഈ ആക്സിസിലൂടെയുള്ള മീൻസ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? k √i/m ആണ്. ഓക്കെ, അപ്പോൾ ഐന്റെ ഫുൾ വാല്യൂ എന്ന് എഴുതണ്ട, നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ ഈ എമ്മിന്റെ ടേം എടുത്ത് കളയുക, കാരണം എമൗണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ എമ്മിന്റെ ആവശ്യം നമുക്കില്ല. പിന്നെ ഈ ആറിന്റെ ഒരു സ്ക്വയർ ടേം വരുന്നില്ലേ, ആ സ്ക്വയർ ടേമിന്റെ റൂട്ട് എടുക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. സോ k √, നോക്കോ ജസ്റ്റ് സ്റ്റെപ്പ് ആക്കി കാണിച്ചു തരാം. mr²/m എന്ന് വരും. സോ എമ്മും കട്ടായി പോയി. പിന്നെ √r² എന്ന് പറഞ്ഞു. √r² എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ സിംപ്ലി നിങ്ങൾക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി. നോക്കിക്കോ, ഈ എമ്മിനെ ഒഴിവാക്കുക, ബാക്കിയുള്ള സാധനം റൂട്ട് എടുക്കുക. എമ്മിനെ ഒഴിവാക്കുക, ബാക്കിയുള്ള സാധനം റൂട്ട് എടുക്കുക. സോ എമ്മിനെ ഒഴിവാക്കി ബാക്കിയുള്ള സാധനം റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് 6 കിട്ടും. സോ ഇതാണ് ഈ ആക്സിസിലുള്ള റിങ്ങിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അടുത്തത് ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കണം. എമ്മിനെ ഒഴിവാക്കുക, ബാക്കിയുള്ള സാധനം റൂട്ട് എടുക്കുക. ബാക്കിയുള്ള സാധനം റൂട്ട് എടുത്ത് എത്ര വരികടാ? r/√2 റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടി. ഇനി അടുത്ത കേസ് നോക്കിക്കോ, തിൻ സർക്കുലാർ ഡിസ്ക് അല്ലേ, ഡിസ്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡിസ്ക് നോക്കിക്കോ, ഡിസ്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ mr²/2 ആണ്. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ k എത്രയാണ് പറഞ്ഞോ? k എന്ന് പറഞ്ഞാൽ എമ്മിനെ ഒഴിവാക്കുക, ബാക്കിയുള്ള സാധനം റൂട്ട് എടുക്കുക, r/√2. ഇനി അടുത്തത് എന്താണ്? ഡിസ്ക് ഇങ്ങനെ ഈ ആക്സിസിൽ വെക്കുകയാണെങ്കിൽ mr²/4 ആണ്. സോ k എന്താണ്? എമ്മിനെ ഒഴിവാക്കുക, ബാക്കിയുള്ള സാധനം റൂട്ട് എടുക്കുക. സോ r/2, 4ന്റെ റൂട്ട് എടുത്താൽ 2 അല്ലേ. ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ k എത്രയാണ്? k = ആലോചിച്ച് നോക്കടാ, എമ്മിനെ ഒഴിവാക്കുക, ബാക്കിയുള്ള സാധനം റൂട്ട് എടുക്കുക, r. ഇനി അടുത്തത് സോളിഡ് സിലിണ്ടർ, kന്റെ വാല്യൂ എത്ര ആയിരിക്കും? mr²/2 ആണ്. എമ്മിനെ ഒഴിവാക്കുക, ബാക്കി സാധനം റൂട്ട് എടുക്കുക, r/√2 കഴിഞ്ഞു. ഇനി സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മിനെ ഒഴിവാക്കുക, ബാക്കി സാധനം റൂട്ട് എടുക്കുക. സോ √2/5r. ഇതൊക്കെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷനെ പറ്റിയിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ, കഴിഞ്ഞു. ഇതാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ചെയ്യുക, കമന്റ് എന്ത് ചെയ്യുക, കമന്റിൽ അറിയിക്കുക അതിൻ്റെ ആൻസർ കേട്ടോ. കമന്റിൽ അറിയിച്ചാൽ മതി. ഇതാ അടുത്തത് ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ, ഇതൊന്ന് നോക്കി വെക്കുക, കമന്റിൽ നിങ്ങൾ ആൻസർ അറിയിക്കുക.
ഈ കഴിഞ്ഞ ആംഗുലാർ മൊമെന്റം ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആംഗുലാർ മൊമെന്റവും മൊമെന്റ് ഓഫ് ഇനേഷ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, ആ ബന്ധം എനിക്ക് അറിയില്ല വിചാരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിന് ഇക്വലന്റ് ആയിട്ട് നമ്മുടെ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിലൊക്കെ ആരായിരുന്നു ഉള്ളത് നോക്കാം. ഇവിടെ എല്ലാം ആംഗുലാർ മൊമെന്റ്, അവിടെ നമ്മൾ പഠിച്ച ലീനിയർ മൊമെന്റം പി ആയിരുന്നു അല്ലേ. പിന്നെ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഇത് റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ, അവിടുത്തെ മാസിന് പകരമാണ് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വന്നത്. സോ പിയും എമ്മും എങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പി ഇസ് ഈക്വൽ ടു എം ബി അല്ലേ. ഓക്കെ, അവിടെ അത് വി ലീനിയർ വെലോസിറ്റി ആയിരുന്നു, ഇവിടെ അതിന് ഇക്വലന്റ് ആയിട്ട് ആര് വരും? ഒമേഗ വരും. സോ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് പറയുന്നതാണ് എന്താടാ നമ്മളുടെ ഇക്വേഷൻ ആയിട്ട് വരിക. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം. അതേപോലെ തന്നെ ഐ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർമ്മ വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ള എന്താണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ് പറയാനുള്ളത്. നോക്കിക്കോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിലേക്ക് പോകാൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ടോർക്ക് ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെ ടോർക്ക് 0 ആയിരിക്കും, എക്സ്റ്റേണൽ ടോർക്ക് 0 ആയിരിക്കും. ടോർക്ക് 0 ആവുകയാണെങ്കിൽ ഈ ഡി എൽ ബൈ ഡി ടി 0 അല്ലടാ. ടോർക്ക് 0 ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടി 0 ആവും. ഓക്കെ, ഡി എൽ ബൈ ഡി ടി 0 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്? എല്ലാവരും കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് എന്താണ് ഡി എൽ ബൈ ഡി ടി 0 ആയത്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0. സോ എല്ലാവരു കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ ഓക്കെ, എല്ലാവരും കോൺസ്റ്റന്റ് ആണ്. അതായത് ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ഇസ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ദെൻ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലിന്റെ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ എന്താ പഠിച്ചത്? ഐ ഒമേഗ. സോ എല്ലാവരും കോൺസ്റ്റന്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഐ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഐ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. എനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഐ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗയാണ് അല്ലേ. ഐ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗയാണ്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഐ കൂടിയാൽ ഒമേഗ കുറയും, ഐ കൂടിയാൽ ഒമേഗ കുറയും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെയും ഫോം ചെയ്യാം. I1 ω1 ഇസ് ഈക്വൽ ടു I2 ω2. കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ ഒമേഗ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ മീൻസ് ഐ കൂടിയാൽ ഒമേഗ കുറഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ ഐഡിയ. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നോക്കിക്കോ. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എൽ കോൺസ്റ്റന്റ് ആയിരിക്കും, ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും, വിച്ച് മീൻസ് ഐ കൂടിയാൽ ഒമേഗ കുറയണം, ഐ കുറഞ്ഞാൽ ഒമേഗ കൂടണം. ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇതാണ് പറയാനുള്ളത്. നോക്കിക്കോ, ഒരാൾ നിങ്ങൾ കറങ്ങുമ്പോൾ നോക്കിയാൽ മതി, അയാൾ കൈ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ അയാൾക്ക് സ്പീഡ് കുറവും, കൈ അടുപ്പിച്ച് വെക്കുമ്പോൾ അയാൾക്ക് സ്പീഡ് കൂടുതലാണ്. അതിൻ്റെ റീസൺ ഒക്കെ എന്താണ്? ഇതാണ്. അതായത് കൈ അയാൾ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ സ്പീഡ് കുറവും, കൈ അടുപ്പിച്ച് വെക്കുമ്പോൾ സ്പീഡ് കൂടുതലുമാണ് അല്ലേ. അപ്പോൾ കൈ അങ്ങനെ അകത്തി വെക്കുമ്പോൾ മനസ്സിലാക്കണം അയാളുടെ ആക്സസ് ഇതാണ് അല്ലേ. സോ അവിടുന്ന് ഡിസ്റ്റൻസ് ഒക്കെ കൂടുകയാണ്, അല്ലെങ്കിൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മാറാൻ പോവാണ് അല്ലേ. ഡിസ്റ്റൻസ് ഒക്കെ കൂടിയ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് എന്ത് വ്യത്യാസം വരും നിങ്ങൾക്ക് അറിയാം? ഐ പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ അല്ലേ, ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ അല്ലേ. സോ ഡിസ്റ്റൻസ് ഒക്കെ കൂടിയാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും, ഡിസ്റ്റൻസ് ഒക്കെ കൂടിയാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. സോ അയാൾ ഇങ്ങനെ കൈ വെക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്, അങ്ങനെ കൈ വെക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്. സോ ആംഗുലാർ വെലോസിറ്റി എന്താവണം? കുറയണം. ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ടോർക്ക് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0. സോ എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. എൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്, വിച്ച് മീൻസ് ഐ കൂടിയാൽ ഒമേഗ കുറയണം. ഐ കൂടുന്നു ഒമേഗ കുറയുന്നു, ഐ കുറയുന്നു ഒമേഗ കൂടുന്നു അല്ലേ. ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ ഐ കുറയും. ഓക്കെ, സോ ഒമേഗ കൂടണം. ഓക്കെ, ഐ കുറഞ്ഞാൽ ഒമേഗ കൂടും. ഇതാണ് അതിന്റെ റീസൺ. ഓക്കെ ഓക്കെ അല്ലേ. ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതാ ഇത് വെച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. എ ഗേൾ റൊട്ടേറ്റ്സ് ഓൺ എ സ്വിവൽ ചെയർ ആസ് ഷോൺ ബിലോ. വാട്ട് ഹാപ്പൻസ് ടു ഹർ ആംഗുലാർ സ്പീഡ് വെൻ ഷീ സ്ട്രെച്ചസ് ഹർ ആംസ്. ആംസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ആംസ് സ്ട്രെച്ച് ചെയ്താൽ ഐ കൂടുകയാണ്, സോ ഒമേഗ കുറയണം. ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡ് കുറയും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുക. പിന്നെ നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ. എന്താണ് ഇതെന്താണ്? ഇത് നമുക്കറിയാം എന്താണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ്. കഴിഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നോക്കൂ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി കഴിഞ്ഞ് പറയാനുള്ളത്. അതായത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ്, അതായത് മോഷൻ എ സ്ട്രേറ്റ് ലൈൻ, അവിടെ നിങ്ങൾ കുറെ ഇക്വേഷൻ പഠിച്ചിരുന്നു. വി ഇക്വൽ ടു യു പ്ലസ് 80, എസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ടി സ്ക്വയർ ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേഷൻ മോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കോ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ നിങ്ങൾക്ക് എസ് അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ വരിക? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോ, സോ അവിടെ നിങ്ങൾക്ക് എസ് ആയിരുന്നു, സോ ആ എസിന് പകരമാണ് നമുക്ക് ഇവിടെ തീറ്റ വരുന്നത്. സോ നോക്കിക്കോ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും പറഞ്ഞ എത്ര മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ ആംഗിൾ ടേൺ ബൈ എ ബോഡി ഇൻ റൊട്ടേഷൻ മോഷൻ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗിൾ ടേൺ ബൈ എ ബോഡി ഇൻ റൊട്ടേഷൻ മോഷൻ.
സോ യൂണിറ്റ്സ് എന്താണ്? റേഡിയൻസ് ആണ്. അതേപോലെ തന്നെ ഡിഗ്രി എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോമൺ ആയിട്ട് ഡിഗ്രിയാണ് ഉപയോഗിക്കുക, പക്ഷേ റേഡിയൻസ് ആണ് SI യൂണിറ്റ്. അപ്പോൾ എങ്ങനെയാണ് റേഡിയൻസും ഡിഗ്രിയും റിലേറ്റഡ് എന്ന് ചോദിച്ചാൽ എത്ര മാത്രമേ ഉള്ളൂടാ? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻസ് ആണ്. ഒരു ഡിഗ്രി പറഞ്ഞാൽ π/180 റേഡിയൻസ് ആണ്, ഓർത്ത് വെക്കുക. ഇതേപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റി പറയാം. സാധാരണ ലീനിയർ വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരുന്നു. ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരിക്കും. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ θ/t ആയിരിക്കും അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻസ്, അതായത് തീറ്റേന്റെ റേഡിയൻസ് ആണ് പെർ സെക്കൻഡ്. സോ റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും എന്താ ആംഗുലാർ വെലോസിറ്റിന്റെ യൂണിറ്റ് ആയിട്ട് വരിക. ഇതേപോലെ തന്നെ ആംഗുലാർ ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. സാധാരണ ആക്സിലറേഷൻ എന്തായിരുന്നു? v-u/t ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? എന്ന് പറഞ്ഞ ടേം ഇല്ല, അതിന് പകരം ആൽഫയാണ് വരിക. ആൽഫ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ v-u എന്ന് പറഞ്ഞാൽ അവിടെ ഫൈനലും ഇനീഷ്യലും ആയിരുന്നു. ഇവിടെ ഫൈനൽ നമ്മൾ ω1 വെച്ച് സൂചിപ്പിക്കും, ഇനീഷ്യൽ ω0 വെച്ച് സൂചിപ്പിക്കും. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ സമയം. ഓക്കെ, സോ ആൽഫ v-u/t പോലെ തന്നെ അവിടുത്തെ a v-u/t പോലെ ഇവിടെ ആൽഫ ω1 ω0/t. പ്രശ്നമല്ലോ. യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ഒമേഗേണ്ടത്, അതുകൊണ്ട് ഒരു ബൈ സെക്കൻഡും കൂടെ ഡിവൈഡ് ചെയ്താൽ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ലേഷൻ മോഷൻ വേഴ്സസ് റൊട്ടേഷൻ മോഷൻ. അവിടെ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ റൊട്ടേഷനിലേക്ക് കണക്ട് ചെയ്യാൻ പോവാം. നോക്കൂ, അവിടെ നിങ്ങൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് S ആയിരുന്നു, ഇവിടെ നിങ്ങൾക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. അവിടെ നിങ്ങൾക്ക് ലീനിയർ വെലോസിറ്റി v ആണ്, ഇവിടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ. അവിടെ നിങ്ങൾക്ക് ലീനിയർ ആക്സിലറേഷൻ A ആണ്, ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. അവിടെ നിങ്ങൾക്ക് മാസ് ആയിരുന്നു, ഇവിടെ അതിന്റെ റൊട്ടേഷനിലോ ആയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. അവിടെ നിങ്ങൾക്ക് F = m ആയിരുന്നു, ഇവിടെ നിങ്ങൾക്ക് F ന് പകരം ടോർക്കായി, M ന് പകരം I ആയി, A ക്ക് പകരം ആൽഫ ആയി. സോ ടോർക്ക് I ആൽഫ. ഇനി അവിടെ മൊമെന്റം P = mv ആയിരുന്നു. സോ ഇവിടെ P ക്ക് പകരം L വരും, M ന് പകരം I വരും, V ക്ക് പകരം ഒമേഗ വരും. സോ L = I ഒമേഗ. അവിടെ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി ½ mv² ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി ½ M ന് പകരം I വരും, V ക്ക് പകരം ഒമേഗ വരും, ½ I ഒമേഗ² ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതേപോലെ അവിടെ പവർ F.v എന്നൊക്കെ നമുക്ക് എഴുതായിരുന്നു അല്ലേ? അങ്ങനെയാണ് ഇവിടെ പവർ ഫോഴ്സിന് പകരം ടോർക്കായി, അതേപോലെ തന്നെ V ക്ക് പകരം ഒമേഗയായി, τ.ω എന്ന് എഴുതാം. ഓക്കെ, അവിടെ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ഇവിടെ എന്തായിരിക്കും? ഫോഴ്സിന് പകരം ടോർക്കായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ആയിരിക്കും. ഓക്കെ അല്ലേ? കഴിഞ്ഞിട്ട് അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതാ നമുക്ക് ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേഷൻ മോഷനിലേക്ക് ഒന്നും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. നോക്കോ, ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നോക്കോ, എക്സ്പ്രഷൻ ഫോർ റൊട്ടേഷൻ കൈനറ്റിക് എനർജി. ഇവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ ഞാൻ പറഞ്ഞത്? ½ I ഒമേഗ² എന്നല്ലേ പറഞ്ഞത്? ½ I ഒമേഗ² എന്നല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം, ½ mv² എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, v = r ω എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണ് ആ സംഭവം ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½ m × v² പകരം r ω². അങ്ങനെയാണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½ mr² ω² എന്ന് വരും. എടാ, ഈ mr² എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എഴുതി കൂടെ. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ½ I ഒമേഗ² ആയിരിക്കും. വേണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിറൈവ് ചെയ്യാനും പറ്റും. ഓക്കെ, കഴിഞ്ഞ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അവിടെ നിങ്ങൾ S = ut + ½ at² പഠിച്ചു. സോ ഇവിടെ S ന് പകരം തീറ്റ വന്നു, തീറ്റ u ന് പകരം ω0 നമ്മൾ പറഞ്ഞ് ω0t + ½ α t² എന്ന് എഴുതാൻ പറ്റും അല്ലേ? കുഴപ്പമില്ല. ഇനി അടുത്തത് ഫൈനൽ വെലോസിറ്റി. അവിടെ നിങ്ങൾ v = u + at പഠിച്ചത്. ഇവിടെ നിങ്ങൾക്ക് v ഇല്ല, ω1 ആണുള്ളത്, u ന് പകരം ω0 ആണുള്ളത്, a ക്ക് പകരം ആൽഫ ആണുള്ളത്, പിന്നെ അപ്പുറത്ത് t. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനി അടുത്തത് നിങ്ങൾ അവിടെ v² = u² + 2as എന്ന് പഠിച്ചു. ഇവിടെ നിങ്ങൾക്ക് അതേപോലെ എഴുതാം. എങ്ങനെ? v ക്ക് പകരം ω1² = ω02 + 2a ക്ക് പകരം ആൽഫ, s ന് പകരം തീറ്റ. കഴിഞ്ഞടാ. ഇത്രയൊക്കെയാണ് അപ്പോൾ നമുക്ക് റൊട്ടേഷൻ മോഷൻ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഓർത്ത് വെക്കുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് തന്നെ വാങ്ങിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യടാ? കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം.